37ാമത്തെ CBCI മീറ്റിംഗാണ് ഇവിടെ ബാംഗ്ലൂർ നടക്കുന്നത്. ഈ പ്രാവശ്യം ചർച്ച ചെയ്യുന്ന വിഷയം ഫെയ്ത്ത് ആൻഡ് നേഷൻ എന്നതാണ്. ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ 20 നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് ഈ ക്രിസ്ത്യാനികൾ നൽകിയ സംഭാവനകളെക്കുറിച്ച് ചിന്തിക്കുവാനും ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഇവിടെ ക്രിസ്തീയ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ക്രിസ്ത്യൻസിന് സാധിക്കണം. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ക്രിസ്ത്യൻസ് വലിയ സംഭാവനകൾ നൽകണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സങ്കല്പം. ഇത് വളരെയധികം നമ്മുടെ സഭയ്ക്ക് ഊർജ്ജം തരുന്ന ഒരു യോഗമായിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. നമ്മുടെ കത്തോലിക്ക സഭയുടെ വലിയ ദൗത്യമാണ് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രഘോഷിക്കുക. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് സഭയിലുണ്ടെങ്കിലാണ് നമുക്ക് സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കാൻ സാധിക്കത്തുള്ളൂ. ശക്തമായ പ്രാർത്ഥനയാണ് നമുക്ക് ഊർജം പകരുന്നത്. അതിനുള്ള അവസരം സൃഷ്ടിക്കപ്പെടണം. അതുപോലെ നമുക്ക് 1 തെസ്സലോനിയൻസ് 5:17 പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇടവിടാതെയുള്ള പ്രാർത്ഥനയാണ് സഭയ്ക്ക് ശക്തി പകരുക. അതിലെ ഏറ്റവും വലിയ ക്ലൈമാക്സാണ് കുർബാന, പിന്നെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മുടെ. 2ാമത്തെ സെക്ഷൻ വരുമ്പോൾ പ്രവർത്തനം വേണം. ലൂക്ക 3:11 പറയുന്നുണ്ടല്ലോ, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ. ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് ശക്തമായിട്ട് സഭ ഇറങ്ങിത്തിരിക്കണം. അപ്പോഴാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനിയും 3ാമതായിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രഘോഷിക്കുക. ആ പ്രഘോഷണം മർക്കോസിന് സുവിശേഷം 16:15-20 വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ലോകം പോയി സുവിശേഷം പ്രഘോഷിക്കുക. ആ വചനം പ്രഘോഷിക്കാനുള്ള ദൗത്യം അത് ജീവിതത്തിലൂടെയും നമുക്കറിയാം. വചനം പഠിക്കണം, പഠിപ്പിക്കണം, പാലിക്കണം. അപ്പോൾ ആ വചന പ്രഘോഷണം ശക്തമായിട്ട് നടക്കണം. അത് സഭയുടെ വലിയ ദൗത്യമാണ്. എനിക്കൊന്ന് ഇവിടെ നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളാണുള്ളത്. അതിൽ 3 സഭകളാണ് ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ വരുന്നത്. ആ ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന യോഗമാണിത്. എനിക്ക് തോന്നുന്നു 24 സഭകൾക്കും വചനം പ്രഘോഷിക്കാനായിട്ടുള്ള തുല്യ അവകാശവും തുല്യ കടമയുണ്ട് ഈ ലോകത്തിലെവിടെയും. അത് ഈശോ തന്നിരിക്കുന്ന ദൗത്യമാണ് സഭയ്ക്ക്. അത് ഓരോ വ്യക്തിഗത സഭകൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ മെത്രാന്മാരും ആ ഒരു കാര്യം വളരെ ശക്തമായിട്ട് ഊന്നൽ കൊടുത്ത് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രവർത്തന സ്വാതന്ത്ര്യം ഓരോ വ്യക്തിഗത സഭകൾക്കും ഉണ്ടാകുമെന്നുള്ളത് അത് വലിയൊരു ശക്തമായൊരു മുന്നേറ്റത്തിന് സഭയ്ക്ക് ഇടവരുത്തുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവരുടെ ഈ അസംബ്ലിയുടെ തീം തന്നെയായിട്ട് ഫെയ്ത്ത് ആൻഡ് നേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വിശ്വാസം, ഞാനൊരു ക്രൈസ്തവനാണ്. ഈ ക്രൈസ്തവ മൂല്യങ്ങൾ ജസ്റ്റിസ്, പീസ്, ലവ്, നീതി, സമാധാനം, സ്നേഹം. ഇനി നമ്മുടെ ഇന്ത്യയിലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂസ് നോക്കിയാൽ അത് തന്നെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ജസ്റ്റിസ്. അപ്പോൾ ഇത് നമുക്ക് ഈ 2 ദൗത്യം ഒരു ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, ഓരോ ക്രൈസ്തവനും ഉണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ അസംബ്ലിയിൽ ശക്തമായ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിനുള്ള ഒരു വഴിത്തിരിവുണ്ടാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരും ധാരണയിൽ, ഒരിക്കലും ഈ ഇൻ്റർ റിച്വൽ റൈവലറി ഒന്നും വരാതെ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, യേശുവിൻ്റെ സുവിശേഷ ലോകമെങ്ങും പ്രഘോഷിക്കുക. അതിന് ഓരോ വ്യക്തിഗത സഭകൾക്കും ദൗത്യമുണ്ട്. അത് സീറോ മലബാർ ആണെങ്കിലും, സീറോ മലങ്കര ആണെങ്കിലും, ലത്തീനാണെങ്കിലും, മറ്റേത് 24 റീത്തുകൾ, ഏത് റീത്തുകളാണെങ്കിലും. അപ്പോൾ അതിനുള്ള ആ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം പരസ്പരം നൽകിക്കൊണ്ട് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ ശക്തമായൊരു വചനപ്രഘോഷണത്തിന് അവസരം സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുക. Bishop Louis Mascarenhas from the Diocese of Allahabad, Uttar Pradesh. We look forward this kind of gathering. After 2 years we have come together here, and this time there is a special topic. We are going to to reflect on our constitutional rights, and I hope that we as bishops, heads of the Christian community, that we come out with certain solutions, not solutions as such, but then we can reflect on our own role, what is our role as Christians, and what is happening today.
So that's exactly what we're going to reflect, and I hope this will come out very strongly, and we go back with this reflection. CBSE മീറ്റിങ്ങിൽ ഈ വെല്ലുവിളികളെ പറ്റി ചർച്ചകൾ വന്നിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ തന്നെ സംസാരിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വെല്ലുവിളികൾ ഇതിൻ്റെ ഭാഗങ്ങളാണല്ലോ, പക്ഷെ പ്രവർത്തനത്തിൻ്റെ ഭാഗങ്ങളാണ് വെല്ലുവിളികളുള്ളത്. അതിനെ സധൈര്യം നേരിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. വെല്ലുവിളിയായിട്ട് തന്നെ എടുക്കണം. അങ്ങനെ പേടിച്ച് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു അർത്ഥമില്ലല്ലോ. പിതാവ് മെത്രാൻ പദവിയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു CBSE മീറ്റിംഗ് അല്ല, അപ്പോൾ എത്രത്തോളം ഒരു സന്തോഷമുണ്ട് ഈ ഒരു മീറ്റിംഗിൽ? ഒത്തിരി സന്തോഷം. കാരണം ഇന്ത്യയിലാകമാനമുള്ള എല്ലാ മെത്രാന്മാരെ കാണാനൊരു അവസരമാണ്. പിന്നെ പല രീതികൾ ഒരുമിച്ച് വരുമ്പോൾ ഇതൊരു കൊളീഗാലിറ്റി, മെത്രാന്മാരുടെ ഒരു കൊളീഗാലിറ്റി നല്ലതാണ്, നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് മുന്നേറുമ്പോഴാണല്ലോ നമുക്ക് ശക്തി കിട്ടുന്നത്. ഒരുമിച്ച് മുമ്പോട്ട് പോരാനാണ് ആഗ്രഹിക്കുന്നത്. 37ാമത്തെ CBCI സമ്മേളനം ബാംഗ്ലൂർ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണെന്നുള്ളത് അറിയാമല്ല. ഈ സമ്മേളനത്തിൽ പങ്കുചേരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ സമ്മേളനം വളരെ അർത്ഥവത്താണ്. ഇപ്പോഴത്തെ പരിസ്ഥിതിയെ പറ്റി ഈ മീറ്റിങ്ങിൽ ചർച്ചകളുണ്ടാവും. എല്ലാം സഭയുടെ മഹത്വത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരത്തിനു വേണ്ടിയും എല്ലാ സഭാമക്കളും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.